കഴിഞ്ഞ 4 വർഷമായി ഞാൻ ഓപ്പൺ AI കമ്പനിയിലാണ്. അതിൽ കഴിഞ്ഞ 1.5 വർഷമായി ChatGPTക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. തുടക്കത്തിൽ കോപ്പിറൈറ്റ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അത്ര ബോധവാനായിരുന്നില്ല. എന്നാൽ ജെൻ AI കമ്പനികൾക്കെതിരെ കോടതികളിൽ വരുന്ന പരാതികളുടെ പശ്ചാത്തലത്തിലാണ് കാര്യമായി അത് ശ്രദ്ധിച്ചു തുടങ്ങിയത്. കാര്യങ്ങളെ കൂടുതൽ ഗൗരവമായി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് നല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊന്നില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. എല്ലാം ബൗദ്ധിക സ്വത്തവകാശങ്ങളെ ലംഘിക്കുന്നു. ഞാനൊരു അഭിഭാഷകനല്ല, പക്ഷേ അഭിഭാഷകർ അല്ലാത്തവരും ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. 26-കാരനായ സുജിർ ബാലാജി ഒക്ടോബർ 24 പുലർച്ചെ 2:24 എക്സിൽ എഴുതിയ കുറിപ്പിലെ വാചകങ്ങളാണ്. ഒരു മാസം കഴിഞ്ഞ് നവംബർ 26 സാൻ ഫ്രാൻസിസ്കോയിലെ ഫ്ളാറ്റിൽ സുജിറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണത്തിന് തൊട്ടു തലേന്ന് നവംബർ 25 ടെക് ഭീമനായ ഓപ്പൺ AIക്കെതിരെ US കോടതിയിലെത്തിയ കോപ്പിറൈറ്റ് ലംഘന കേസിലെ പരാതിക്കാരിൽ ഒരാൾ. സുജിറിന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്നും അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നും വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് US പോലീസ് സ്ഥിരീകരിച്ചു. പക്ഷേ സുജിർ ആരെന്നറിയുമ്പോൾ ഈ പോസ്റ്റും അതിന് പിന്നാലെയുണ്ടായ ആത്മഹത്യയും അത്ര സ്വാഭാവികമല്ല എന്ന് ഏതൊരാൾക്കും തോന്നും. സുജിർ ബാലാജി 21-ാം നൂറ്റാണ്ടിനെ ചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്ന സുപ്രധാന സാങ്കേതിക നേട്ടമായ ChatGPT രൂപപ്പെടുത്തിയ ടീമിലെ പ്രധാനികളിൽ ഒരാൾ. 2018 കാലിഫോർണിയ സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കെ ഓപ്പൺ AIയിൽ ഇന്റേൺഷിപ്പിനെത്തിയ സുജിർ 2020 കമ്പനിയിൽ ജീവനക്കാരനായി. വെബ് GPTയിൽ തുടങ്ങി GPT-4ന്റെ പരിശീലനം വരെ നീണ്ടു ഓപ്പൺ AIയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഡിജിറ്റൽ ഡാറ്റ ഉപയോഗിച്ച് എന്ത് ടാസ്കും നിർവഹിക്കാനാവുന്ന ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചായിരുന്നു പഠനകാലം മുതൽ സുജിർ ആലോചിച്ചു കൊണ്ടിരുന്നത്. ഇന്റർനെറ്റിൽ ലഭ്യമായ മുഴുവൻ ടെക്സ്റ്റും ഉപയോഗപ്പെടുത്തുന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്ക്. ആ ആലോചനകൾ GPT-4നെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക റോൾ വഹിച്ചു. തുടക്കത്തിലെ ആവേശം കഴിഞ്ഞപ്പോഴാണ് GPT ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് ബോധവാനായതെന്ന് പിന്നീട് സുജിർ തന്നെ പറഞ്ഞു. മനുഷ്യരാശിക്ക് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന ആശങ്ക സുജിറിനെ വല്ലാതെ അലട്ടി. ഓഗസ്റ്റിൽ അദ്ദേഹം ഓപ്പൺ AIയിൽ നിന്ന് രാജിവെച്ചു. ഇന്ന് അവകാശങ്ങളെ മാനിക്കാത്ത AI സംസ്കാരം നാളെ സമൂഹത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ വ്യാജ വിവരങ്ങൾ നിർമ്മിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. AI ചാറ്റ്ബോട്ടുകൾ യാതൊരു തരത്തിലുള്ള നൈതികതയും പുലർത്തുന്നില്ലെന്ന തിരിച്ചറിവ് അവയ്ക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിലേക്കും സുജിറിനെ എത്തിച്ചു. സുജിർ പുറത്തുവിട്ട വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ പലരും ഓപ്പൺ AI ഉൾപ്പെടെയുള്ള ജെൻ AI കമ്പനികൾക്കെതിരെ അമേരിക്കയിലെ വിവിധ കോടതികളെ സമീപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓപ്പൺ AIക്കെതിരെ മുൻ ജീവനക്കാരിൽ പലരും രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും പരസ്യമായി ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ച ഒരേ ഒരാൾ സുജിർ ബാലാജിയാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് സുജിർ ഇട്ട പോസ്റ്റും ബ്ലോഗും ഇന്റർനെറ്റിൽ ട്രെൻഡിംഗ് ആകുമ്പോൾ AI മേഖലയിൽ നടന്നുവരുന്ന അനാശാസ്യ പ്രവണതകളും അവ നിയന്ത്രിക്കേണ്ടതിന്റെ അനിവാര്യതയും കൂടിയാണ് ചർച്ചയാവുന്നത്.